ഏപ്രിൽ 16 വിശുദ്ധ ബെനഡിക്ട് ജോസഫ് ലാബ്രെ. 1748 മുതൽ 1783 വരെ കാലഘട്ടം. 1748 മാർച്ച് 26 ഫ്രാൻസിൽ അമെറ്റസ് എന്ന പ്രദേശത്ത് ബെനഡിക്ട് ജനിച്ചു. ജീൻ ബാപ്റ്റിസ്റ്റ് ലാബ്രയുടെയും അന്നയുടെയും 15 മക്കളിൽ മൂത്തവനാണ് ബെനഡിക്ട്. കുട്ടിയുടെ സ്വഭാവവിശേഷം കണ്ട പിതാവ് അവനെ ഉന്നത വിദ്യാഭ്യാസത്തിനായി സ്വസഹോദരൻ ഫാദർ ജോസഫ് ലാബ്രയുടെ അടുത്തേക്ക് അയച്ചു. എങ്കിലും ലാറ്റിൻ പഠനം ശരിയായില്ല. എന്നാൽ അക്കാലത്ത് അവിടെ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ ബെനഡിക്ട് ജോസഫ് വിശിഷ്ടമായ സേവനം നടത്തി. ഫാദർ ജോസഫ് ലാബ്രെ പ്ലേഗ് പിടിപെട്ട് മരിക്കുകയും ചെയ്തു. പിന്നീട് ബെനഡിക്ട് ഫാദർ വിൻസെൻ്റ് ലാബ്രയുടെ കൂടെ താമസം തുടങ്ങി. അദ്ദേഹം ജോൺ വിയാനിയെപ്പോലെ ഒരു വിശുദ്ധ വൈദികനായിരുന്നു. ഒരു ദരിദ്രമുറിയിൽ തുച്ഛമായ ഭക്ഷണം കഴിച്ച് രണ്ടുപേരും താമസിച്ചു. അക്കാലത്താണ് നോവലിൽ ട്രാപ്പിസ്റ്റ് സന്യാസ സഭയിൽ ബെനഡിക്ട് ചേർന്നത്. ബെനഡിക്റ്റിനെ തലവന്മാർ ഒരു വിശുദ്ധനായിട്ടാണ് കരുതിയിരുന്നതെങ്കിലും ട്രാപ്പിസ്റ്റ് നിയമമനുസരിച്ച് ജീവിക്കുവാൻ അയാൾക്ക് കഴിവില്ലെന്നുള്ള കാരണത്താൽ ബെനഡിക്റ്റ് നൊവേഷ്യറ്റിൽ നിന്ന് പോന്നു. പിന്നീട് ബെനഡിക്റ്റ് തീർത്ഥസ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി ജീവിക്കുകയാണ് ചെയ്തിരുന്നത്. ഭക്തർക്ക് അദ്ദേഹത്തിൻ്റെ ദൈവഭക്തി ഉത്തേജനം നൽകി. സുഖലോലുപരെ അദ്ദേഹത്തിൻ്റെ ജീവിതം ലജ്ജിപ്പിച്ചു. 1770 മുതൽ 8 വർഷം ബെനഡിക്റ്റ് റോമയിലും ലൊറേറ്റോയിലും ഭിക്ഷാടനത്തിൽ കഴിഞ്ഞു. ആരെങ്കിലും കൂടുതൽ ധർമ്മം നൽകിയാൽ ആവശ്യത്തിൽ കൂടുതലുള്ളത് അദ്ദേഹം അടുത്തുള്ള ഭിക്ഷുവിന് നൽകിപ്പോന്നു. വിശുദ്ധനായ ഒരു തീർത്ഥാടകനായിട്ടാണ് എല്ലാവരും അദ്ദേഹത്തെ കരുതിയിരുന്നത്. തന്നിമിത്തം പലരും അദ്ദേഹത്തിൻ്റെ വാർഷിക പ്രത്യാഗമനം കാത്തിരിക്കുമായിരുന്നു. പരലേമോണിയായും അദ്ദേഹം സന്ദർശിച്ചിരുന്നു. ഇങ്ങനെ ബെനഡിക്റ്റിൻ്റെ ഭിക്ഷാടനത്തിൽ ആശ്വാസങ്ങളുണ്ടായിരുന്നുവെങ്കിലും പരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു. ഫ്രാൻസിൽ മൗളിൻസിൽ വെച്ച് ഒരു കവർച്ചക്കേസിൽ പ്രതിയായി ഇദ്ദേഹവും അറസ്റ്റ് ചെയ്യപ്പെട്ടു. കീറിപ്പറഞ്ഞ ട്രാപ്പിസ്റ്റ് വസ്ത്രം കണ്ട് പലരും പുച്ഛിച്ചിരുന്നു. ജപമാല സദാ കഴുത്തിലുണ്ടായിരുന്നു. കാനോന നമസ്കാരവും ക്രിസ്ത്യാനുകരണവും സദാ കൊണ്ടു നടന്നിരുന്നു. 1778 സ്ഥിരമായി റോമയിൽ കഴിച്ചുകൂട്ടി. കുറേ നാൾ വിശുദ്ധ മാർട്ടിൻ്റെ രാത്രി സങ്കേതത്തിൽ ബെനഡിക്ട് താമസിച്ചു. മറ്റ് സമയത്ത് ഭിക്ഷുക്കളുടെ ഇടയിൽ തന്നെ കഴിഞ്ഞു. 1783 വലിയ ബുധനാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ രോഗം മൂർച്ഛിക്കുകയും കശാപ്പുകാരൻ ഫ്രാൻചെസ്കോ സക്കറലിയുടെ ഭവനത്തിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. വചനം ഒബാദിയ 1:18. യാക്കോബിൻ്റെ ഭവനം അഗ്നിയും ജോസഫിൻ്റെ ഭവനം തീജ്വാലയും ആയിരിക്കും. ഏസാവിൻ്റെ ഭവനം വൈക്കോലും. അവർ അവരെ കത്തിച്ച് ദഹിപ്പിച്ചു കളയും. ഏസാവിൻ്റെ ഭവനത്തിൽ ആരും അവശേഷിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. വിചിന്തനം. ദരിദ്രർ സദാ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന യേശുവിൻ്റെ വാക്കുകൾ അനുസ്മരിക്കുക. എല്ലാ ഭിക്ഷുക്കളും വഞ്ചകരാണെന്ന് മുദ്രയടിക്കരുത്. അവരിൽ വിശുദ്ധാത്മാക്കളും ഉണ്ടാകും. ബെനഡിക്റ്റിനെ പോലെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരാൾ മതി ദൈവത്തിൻ്റെ ഉഗ്രമായ കോപത്തിൽ നിന്ന് ഈ ലോകത്തെ വീണ്ടും രക്ഷിക്കുവാൻ. നമുക്ക് ഓരോരുത്തർക്കും ആ വിളിയുണ്ട്. മറ്റൊരു അബ്രഹാമും നോഹയും മോശയും ഒക്കെയായി തീരുവാൻ.